ഒന്ന് രാജാക്കന്മാർ അധ്യായം 7. ശലോമോൻ തന്റെ അരമന 13 വർഷംകൊണ്ട് പണിതുതീർത്തു. 100 മുഴം നീളത്തിലും 50 മുഴം വീതിയിലും 30 മുഴം ഉയരത്തിലും അവൻ ലെബാനോൻ വനഗൃഹം പണിയിച്ചു. ദേവദാരുകൊണ്ടുള്ള തുലാങ്ങളെ താങ്ങി നിർത്തിയിരുന്നത് 3 നിര ദേവദാരു തൂണുകളായിരുന്നു. ഓരോ നിരയിൽ 15 തൂണു വീതം. 45 തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. ചരിഞ്ഞ ചട്ടക്കൂടുള്ള 3 നിര കിളിവാതിൽ ഉണ്ടായിരുന്നു. 3 നിരയിലും അവ നേർക്കുനേരെ ആയിരുന്നു. വാതിലുകളും കട്ടളകളും ദീർഘചതുരാകൃതിയിലായിരുന്നു. കിളിവാതിൽ 3 നിരയായി നേർക്കുനേരെ ആയിരുന്നു. അവൻ 50 മുഴം നീളവും 30 മുഴം വീതിയും ഉള്ള ഒരു സ്തംഭമണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായി ഒരു പൂമുഖവും ഉണ്ടാക്കി. ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാനമണ്ഡപമായി ഒരു സിംഹാസനമണ്ഡപവും പണിതു. അതിന് തറ മുതൽ മേൽത്തട്ടുവരെ ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. അവൻ വസിച്ചിരുന്ന അരമനയുടെ ഉള്ളിൽ ഇതിന്റെ പണിപോലെ തന്നെയുള്ള ഒരു ഗൃഹാങ്കണം ഉണ്ടായിരുന്നു. ശലോമോൻ വിവാഹം കഴിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഇപ്രകാരം തന്നെ ഒരു അരമന പണിതു. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ മുകൾഭാഗം വരെയും പുറത്തെ വലിയ പ്രാകാരത്തിലും അളവിന് വെട്ടി അകവും പുറവും ഈർച്ചവാൾകൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ട് ആയിരുന്നു. അടിസ്ഥാനം 10 മുഴവും 8 മുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് ആയിരുന്നു. മേൽപ്പണി അളവിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരു കൊണ്ടും ആയിരുന്നു. പ്രധാന മുറ്റം 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരും കൊണ്ട് ചുറ്റും അടച്ചു കെട്ടിയിരുന്നു. അങ്ങനെ തന്നെ അകമുറ്റവും യഹോവയുടെ ആലയത്തിന്റെ പൂമുഖവും പണിതിരുന്നു. ശലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുവനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവന്റെ പിതാവ് സോർ ദേശക്കാരനായ ഒരു താമ്രപ്പണിക്കാരനായിരുന്നു. അവൻ താമ്രം കൊണ്ടുള്ള സകലവിധ പണിയിലും ജ്ഞാനവും ബുദ്ധിയും സാമർത്ഥ്യവും ഉള്ളവനായിരുന്നു. അവൻ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്ന് അവൻ കല്പിച്ച പണി ഒക്കെയും തീർത്തു. അവൻ ഓരോന്നിനും 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും ഉള്ള 2 സ്തംഭങ്ങൾ താമ്രം കൊണ്ട് വാർത്തുണ്ടാക്കി. സ്തംഭങ്ങളുടെ മുകളിൽ അവൻ താമ്രം കൊണ്ട് 2 മകുടം വാർത്തുണ്ടാക്കി. ഓരോ മകുടവും 5 മുഴം ഉയരമുള്ളതായിരുന്നു. സ്തംഭങ്ങളുടെ മുകളിലെ മകുടത്തിന് ചിത്രപ്പണിയോട് കൂടിയ വലക്കണ്ണികളും ചങ്ങലകളും ഉണ്ടായിരുന്നു. മകുടം ഓരോന്നിനും 7 ചങ്ങലകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്തംഭങ്ങൾ ഉണ്ടാക്കി. അവയുടെ മുകളിലെ മകുടം മൂടത്തക്കവണ്ണം ഓരോ മകുടത്തിനും വലപ്പണിക്കുമീതെ 2 വരി മാതളപ്പഴം വീതം ഉണ്ടാക്കി. മണ്ഡപത്തിലെ സ്തംഭങ്ങളുടെ മുകളിലെ മകുടം താമരപ്പൂവിന്റെ ആകൃതിയിൽ 4 മുഴം ആയിരുന്നു. ഇരുസ്തംഭങ്ങളുടെയും മുകളിലെ മകുടത്തിന്റെ വലപ്പണിക്കരികെ പുറത്തേക്ക് ഉന്തിനിൽക്കുന്ന ഭാഗത്ത് ചുറ്റും വരിവരിയായി 200 മാതളപ്പഴം വീതം ഉണ്ടായിരുന്നു. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ പൂമുഖത്ത് സ്ഥാപിച്ചു. അവൻ വലത്തെ തൂണിന് യാഖീൻ എന്നും ഇടത്തേതിന് ബോവസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിന്റെ ആകൃതിയിൽ ആയിരുന്നു. ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി പൂർത്തിയാക്കി. അവൻ താമ്രം കൊണ്ട് വൃത്താകൃതിയിൽ ഒരു കടൽ വാർത്തുണ്ടാക്കി. അതിന്റെ വ്യാസം 10 മുഴവും ഉയരം 5 മുഴവും ചുറ്റളവ് 30 മുഴവും ആയിരുന്നു. അതിന്റെ വക്കിന് താഴെ കടലിന് ചുറ്റും മുഴം ഒന്നിന് 10 അലങ്കാരമൊട്ട് വീതം ഉണ്ടായിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ മൊട്ടും 2 നിരയായി വാർത്തിരുന്നു. അത് 12 കാളകളുടെ പുറത്ത് വച്ചിരുന്നു. അവ വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും 3 വീതം തിരിഞ്ഞ് നിന്നിരുന്നു. കടൽ അവയുടെ പുറത്ത് വെച്ചിരുന്നു. അവയുടെ പൃഷ്ഠഭാഗങ്ങൾ അകത്തേക്ക് ആയിരുന്നു. അതിന് ഒരു കൈപ്പത്തിയുടെ ഘനവും വക്ക് പാനപാത്രത്തിന്റെ വക്കുപോലെ താമരപ്പൂവിന്റെ ആകൃതിയിലും ആയിരുന്നു. അതിൽ 2000 പാത്രം വെള്ളം കൊള്ളുമായിരുന്നു. അവൻ താമ്രം കൊണ്ട് 10 പീഠം ഉണ്ടാക്കി. ഓരോ പീഠത്തിന് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പീഠങ്ങൾ നിർമ്മിച്ചത് ഇപ്രകാരമായിരുന്നു. അവയുടെ ചട്ടക്കൂട് പലകപ്പാളികളാൽ ബന്ധിച്ചിരുന്നു. ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കെരൂബുകളും കൊത്തിയിരുന്നു. ചട്ടത്തിന് മുകളിലായി ഒരു പീഠം ഉണ്ടായിരുന്നു. ചട്ടങ്ങളിൽ സിംഹങ്ങൾക്കും കാളകൾക്കും
താഴെ പുഷ്പചക്രങ്ങൾ നെയ്തുണ്ടാക്കി. ഓരോ പീഠത്തിനും താമ്രംകൊണ്ടുള്ള 14 ചക്രങ്ങളും താമ്രംകൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു. തൊട്ടിയുടെ 4 കോണിലും കാലുകൾ ഉണ്ടായിരുന്നു. കാൽ ഓരോന്നിനും പുറത്തുവശത്ത് പുഷ്പചക്രങ്ങൾ വാർത്തിരുന്നു. അതിന്റെ വായ് ചട്ടക്കൂടിന് അകത്ത് മേലോട്ടും 1 മുഴം വ്യാസമുള്ളത് ആയിരുന്നു. അത് പീഠം പോലെ വൃത്താകൃതിയിലും പുറത്തെ വ്യാസം 1.5 മുഴവും ആയിരുന്നു. അതിന്റെ വായ്ക്ക് ചുറ്റും കൊത്തുപണിയുണ്ടായിരുന്നു. അതിന്റെ ചട്ടപ്പലക വൃത്താകൃതിയായിരുന്നില്ല, സമചതുരാകൃതിയായിരുന്നു. ചക്രങ്ങൾ 4ഉം പലകകളുടെ കീഴെയും ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലും ആയിരുന്നു. ഓരോ ചക്രത്തിന്റെ ഉയരം 1.5 മുഴം. ചക്രങ്ങളുടെ പണി രഥചക്രത്തിന്റെ പണി പോലെ ആയിരുന്നു. അവയുടെ അച്ചുതണ്ടുകളും വക്കുകളും അഴികളും ചക്രക്കൂടങ്ങളും എല്ലാം താമ്രംകൊണ്ടുള്ള വാർപ്പുപണി ആയിരുന്നു. ഓരോ പീഠത്തിന്റെ 4 കോണിലും 4 താങ്ങുകളുണ്ടായിരുന്നു. അവ പീഠത്തിൽ നിന്നും തന്നെ ഉള്ളവ ആയിരുന്നു. ഓരോ പീഠത്തിന്റെയും മുകളിൽ 1/2 മുഴം ഉയരമുള്ള ചുറ്റുവളയവും മേലറ്റത്ത് അതിന്റെ വക്കുകളും പലകകളും ഒന്നായി വാർത്തതും ആയിരുന്നു. അതിന്റെ പലകകളിലും വക്കുകളിലും ഇടം ഉണ്ടായിരുന്നതുപോലെ അവൻ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവയുടെ രൂപം ചുറ്റും പുഷ്പചക്രപ്പണിയോടുകൂടെ കൊത്തിയുണ്ടാക്കി. ഇങ്ങനെ അവൻ പീഠം 10ഉം തീർത്തു. അവ ഒക്കെയും ഒരേ അച്ചിൽ വാർത്തതും ആകൃതിയിലും വലിപ്പത്തിലും ഒരുപോലെയും ആയിരുന്നു. അവൻ താമ്രംകൊണ്ട് 10 തൊട്ടിയും ഉണ്ടാക്കി. ഓരോ തൊട്ടിയിൽ 40 പാത്രം വെള്ളം കൊള്ളുമായിരുന്നു. ഓരോ തൊട്ടിയും 14 മുഴം വ്യാസം ഉള്ളതായിരുന്നു. 10 പീഠത്തിൽ ഓരോന്നിന്മേൽ ഓരോ തൊട്ടി വെച്ചു. അവൻ പീഠങ്ങൾ 5 എണ്ണം ആലയത്തിന്റെ വലത്തുഭാഗത്തും 5 എണ്ണം ഇടത്തുഭാഗത്തും സ്ഥാപിച്ചു. കടൽ അവൻ ആലയത്തിന്റെ വലത്തുഭാഗത്ത് തെക്കുകിഴക്കായി സ്ഥാപിച്ചു. പിന്നെ ഹൂരാം തൊട്ടികളും വലിയ ചട്ടുകങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഹീരാം യഹോവയുടെ ആലയത്തിനു വേണ്ടി ശലോമോൻ രാജാവ് ഏല്പിച്ചിരുന്ന പണികളൊക്കെയും തീർത്തു. 2 തൂണുകൾ 2 സ്തംഭങ്ങളുടെയും മുകളിലുള്ള ഗോളാകാരമായ 2 മകുടങ്ങൾ, മകുടങ്ങളെ മൂടുവാൻ 2 വലപ്പണികൾ, സ്തംഭങ്ങളുടെ മുകളിലുള്ള ഗോളാകൃതിയിലുള്ള മകുടങ്ങളെ മൂടുന്ന ഓരോ വലപ്പണിയിലും 2 നിര മാതളപ്പഴം വീതം, 2 വലപ്പണിയിലും കൂടെ 400 മാതളപ്പഴം. 10 പീഠങ്ങൾ, പീഠങ്ങളിന്മേലുള്ള 10 തൊട്ടി, 1 കടൽ, കടലിന്റെ കീഴെ 12 കാളകൾ, കലങ്ങൾ, വലിയ ചട്ടുകങ്ങൾ, പാത്രങ്ങൾ എന്നിവ ആയിരുന്നു. യഹോവയുടെ ആലയത്തിനു വേണ്ടി ശലോമോൻ രാജാവിന്റെ ആവശ്യപ്രകാരം ഹീരാം ഉണ്ടാക്കിയ ഈ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ താമ്രം കൊണ്ടായിരുന്നു. യോർദ്ദാൻ സമഭൂമിയിൽ സൂക്കോത്തിനും സാരെഥാനും മദ്ധ്യേ കളിമൺ അച്ചുകളിൽ രാജാവ് അവയെ വാർപ്പിച്ചു. ഉപകരണങ്ങൾ അനവധി ആയിരുന്നതുകൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കി നോക്കിയില്ല. താമ്രത്തിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടിയുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി. പൊൻപീഠം, കാഴ്ചയപ്പം വെക്കുന്ന പൊൻമേശ, അന്തർമ്മന്ദിരത്തിന്റെ മുമ്പിൽ വലത്തുഭാഗത്ത് 5ഉം ഇടത്തുഭാഗത്ത് 5ഉമായി പൊന്നുകൊണ്ടുള്ള വിളക്കുതണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണകൾ, തങ്കംകൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലശങ്ങൾ, തവികൾ, തീച്ചട്ടികൾ, അതിപരിശുദ്ധ സ്ഥലമായ അന്തർമ്മന്ദിരത്തിന്റെ വാതിലുകൾക്കും ആലയത്തിന്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ. അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണി എല്ലാം തീർത്തു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു.